നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ. ദിസ് ഈസ് ശ്യാം എസ് സുന്ദർ വിത്ത് യു. നമ്മൾ 2026 വർഷഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ രാശിക്കാരുടെയും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇടവം രാശിയെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇടവം രാശിക്കാരെക്കുറിച്ചാണ്. അപ്പം ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഗ്രഹനില ഒന്ന് നോക്കാം. ഞാൻ മറ്റുള്ള വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്ന മിഥുനം രാശിയിലാണ്. അതുപോലെ ശനി നിൽക്കുന്നത് മീനം രാശിയിലാണ്. രാഹു നിൽക്കുന്നത് കുംഭം രാശിയിലാണ്. കേതു നിൽക്കുന്നത് ചിങ്ങം രാശിയിലാണ്. അപ്പം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി എന്ന് പറയുന്നത് 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 11 എന്ന് വെച്ചാൽ ലാഭസ്ഥാനമാണ്. അപ്പം ശനി ലാഭത്തെ പ്രദാനം ചെയ്തുകൊണ്ട്, രാജയോഗത്തെ പ്രദാനം ചെയ്തുകൊണ്ടാണ് ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി 2 വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ വ്യാഴം എന്ന് പറയുന്നത് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 2ാം ഭാവം എന്ന് വെച്ചാൽ ധനസ്ഥാനമാണ്. അപ്പോൾ ഇടവം രാശിക്കാർക്ക് ധനസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ മഹാഭാഗ്യയോഗം അല്ലെങ്കിൽ മഹാലക്ഷ്മി യോഗം അവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ രാജയോഗവും മഹാലക്ഷ്മി യോഗവും ഓട്ടോമാറ്റിക്കലി ഇടവം രാശിക്കാർക്ക് 2026 സംഭവിച്ചിരിക്കുന്നു. പിന്നെ രാഹു കേതുക്കൾ കാര്യം ഞാൻ പറഞ്ഞു. രാഹു കേതുക്കൾ പൊതുവെ കുംഭൻ രാശിയിലും ചിങ്ങത്തിലും നിന്ന് കഴിഞ്ഞാൽ ആർക്കും തന്നെ ദോഷമൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിലയിരുത്തേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഇതാണ് ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇടവം രാശിക്കാർക്ക് 2026 ഫലം എന്ന് പറയുമ്പോൾ അവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാജയോഗ പ്രധാനമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. അതായത് സമസ്ത മേഖലകളിലും അവർക്ക് അംഗീകാരവും പ്രശസ്തിയും പദവിയും ബഹുമാന്യതയും ഒക്കെ ലഭിക്കുന്ന വർഷമായിരിക്കും 2026. കാരണം ശനിയെ കൊണ്ട് രാജയോഗവും വ്യാഴത്തിനെ കൊണ്ട് മഹാഭാഗ്യ യോഗം അല്ലെങ്കിൽ ലക്ഷ്മി യോഗവും പറയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പം ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് ബിസിനസ്സിലൊക്കെ അത്യുന്നതമായിട്ടുള്ള ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ലാഭം എന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിക്കുന്നതിനും അതീതമായിട്ടുള്ള ലാഭമാണ് ബിസിനസ്സിലൂടെ കിട്ടാൻ പോകുന്നത്. അതുപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിലൂടെ നല്ല തരത്തിലുള്ള വരുമാനം അവർക്ക് വന്നു ചേരും. പിന്നെ അതുപോലെ തന്നെ വിവാഹം ആലോചനകളൊക്കെ നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ല ബന്ധങ്ങൾ 2026 വന്നു ചേരുകയും വളരെ ശുഭകരമായിട്ട് വിവാഹം ഒക്കെ നടത്തുവാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളായിരുന്നെങ്കിൽ പരിപൂർണമായിട്ടും ആ ഹെൽത്ത് ഇഷ്യൂസ് മാറുകയും അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുകയും അവർ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ പരിപൂർണമായിട്ടും സജീവമാകുവാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളൊരു ജോലിയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജോലിയിൽ സാലറി ഇൻക്രിമെൻറ്റോട് കൂടി തന്നെ നല്ല പ്രൊമോഷൻ ലഭിക്കും. അതുപോലെ ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വർഷത്തിൻ്റെ തുടക്കം തന്നെ അവർക്ക് നല്ല ജോലി ലഭിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കൂടുന്ന ഒരു വർഷമാണ് 2026 എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ ഈ രാജയോഗവും മഹാലക്ഷ്മി യോഗവും മഹാഭാഗ്യ യോഗവും ഒക്കെ സംഭവിക്കുന്ന സമയത്താണ് ചില സമയങ്ങളിലൊക്കെ നമുക്ക് ലോട്ടറിയൊക്കെ അടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഈ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള ഒരു സമയമാണ് 2026 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അതിൽ സമ്മാനം കിട്ടാനുള്ള ഭാഗ്യം അവർക്ക് ഉണ്ട്. ഞാൻ ലോട്ടറി എടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം
എന്താ പറയേണ്ടത്, ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഹിപ്നോട്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എല്ലാ സാഹചര്യങ്ങളും നഷ്ടപ്പെട്ട് അവർ പ്രതീക്ഷിക്കുന്ന സർവ്വ മേഖലയിലൂടെയും ധനം വരുന്നത് ക്ലോസ് ആകുമ്പോൾ, അടയുമ്പോഴാണ് ഫൈനലി അവർ ഒരു ലോട്ടറിയെങ്കിലും അടിച്ചായിരുന്നല്ലോ എന്നൊരു ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നത്. അതൊരു പൂർ മെൻറ്റാലിറ്റിയാണ്. ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷേ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്ലാനറ്ററി പൊസിഷൻസ് ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ഒരു സമ്മാനം ലഭിക്കാനുള്ള ഭാഗ്യം തന്നെയുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയേണ്ടത്, ഏതെങ്കിലും ഫാമിലിപരമായിട്ടുള്ള കാര്യങ്ങൾ ഡൈവേഴ്സിൻ്റെ വക്കിലൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സമാഗമത്തിനൊക്കെ ഉള്ള യോഗം ഓട്ടോമാറ്റിക്കലി 2026 വന്നു ചേരുന്നതാണ്. പിന്നെ അതുപോലെ എന്താ പറയുന്നത്, ബാങ്കിൽ ഒക്കെ ലോണിനൊക്കെ അപ്ലൈ ചെയ്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അധികം ബുദ്ധിമുട്ടില്ലാതെ നമ്മളെ സഹായിക്കാനൊക്കെ പല ആൾക്കാർ വരികയും തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ലോണൊക്കെ സാക്ഷനായി കിട്ടുകയും ചെയ്യും. അതുപോലെ വസ്തു മേടിക്കുക, വീട് വെക്കുക. വീടെന്ന് വെച്ചാൽ ഈ ശനിയുടെ 12 പൊസിഷനും അതുപോലെ തന്നെ ആണെങ്കിൽ വ്യാഴത്തിൻ്റെ 2 നിൽക്കുന്ന പൊസിഷൻ കാരണം വീടൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് എന്താണോ അതിനേക്കാളും ബെറ്ററായിട്ടുള്ളൊരു വീടായിരിക്കും നിങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അതിനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും ധനവും ഒക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. അപ്പം വീട് പണി ഒക്കെ തുടങ്ങുന്നവർക്ക് വളരെ നല്ല സമയമാണ്. വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുവാനും അത് താമസമാകുവാനും ഒക്കെ സാധിക്കും. അതുപോലെ കുടുംബത്തെക്കുറിച്ച് പറയുമെങ്കിൽ വീട്ടിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും എല്ലാം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ. അതുപോലെ പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുക. സുഹൃത്ത് ബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായകസ്വമായിരിക്കും. അതായത് വാക്കാലോ പ്രവൃത്തിയാലോ ധനത്താലോ ഒക്കെ നിങ്ങൾക്ക് സഹായം ചെയ്യുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കുക. അതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും 2026 സംഭവിക്കും. അതുപോലെ തന്നെ ജോലിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഉറപ്പായിട്ടും കിട്ടും. അതിനെക്കുറിച്ച് തർക്കമോ മറ്റു സംശയങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ക്വാളിഫൈഡ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിലിൽ ക്വാളിഫൈഡ് ആണോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കും. തർക്കമില്ലാത്ത കാര്യമാണ്. ഓൾറെഡി ജോലിയുള്ള വ്യക്തികളാണെങ്കിൽ അതിലവർക്ക് പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്യും. പിന്നെ വിദേശ യാത്രയ്ക്കൊക്കെ പോകാൻ ആലോചിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും വിദേശ യാത്ര ചെയ്യുകയും വിദേശത്ത് സ്ഥിരമായി താമസിക്കുവാനും ജോലി ലഭിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം 2026 ഉണ്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പൊതുവെ അംഗീകാരവും ബഹുമാന്യതയും ഒക്കെ കിട്ടാനുള്ള വർഷമാണ്. അതുപോലെ തന്നെ ആണെങ്കിൽ അവാർഡുകളൊക്കെ കിട്ടുക, ഇതെല്ലാം ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ 2026 സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം കല, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഇടവൻ രാശിക്കാർക്ക് രാജയോഗ പ്രധാനമായിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കും 2026 എന്ന് പറയുന്നത്. അതുപോലെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമസ്ത മേഖലകളിലും ഒരു രാജയോഗ പ്രധാനമായിട്ടുള്ള സമയം തന്നെയായിരിക്കും 2026 ഈ ഇടവൻ രാശിക്കാരായിട്ടുള്ള കാർത്തികയുടെ മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം. ഇതാണ് 2026 ഇടവം രാശിക്കാരെക്കുറിച്ച് പറയുവാനുള്ളത്. അപ്പോൾ ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് 2026 ഞാൻ ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ഒരു നല്ലൊരു അസ്ട്രോളറെ കൊണ്ട് ചെക്ക് ചെയ്യുക. അതല്ല, ഞാനും അസ്ട്രോളജിക്കൽ കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് എന്നെയും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്, അല്ലാതെ ഡയറക്റ്റ് ക്ലയൻറ്റിൻ്റെ ഓഫീസ് വീട് ഒക്കെ പോയി കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ദുബായിലാണ് കൺസൾട്ടേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് വേറെ രാജ്യങ്ങളിലുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ്. UAE-യിലുള്ളവർക്ക് ഡയറക്റ്റ് നിങ്ങളുടെ അടുക്കലേക്ക് വരാനും നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കൺസൾട്ടേഷൻ തരുവാനും എനിക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ഹിപ്നോട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ പാരാസൈക്കോളജി, മാന്ത്രിക താന്ത്രിക വിഷയങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് അസ്ട്രോളജിക്കൽ കൺസൾട്ടേഷനിലൂടെ നിങ്ങൾക്കൊരു റെമഡീസ് തരണോ അതോ മറ്റേതെങ്കിലും ശാസ്ത്രത്തിൻ്റെ സഹായത്തോട് തരണോ എന്നൊക്കെ ആ സമയമായിരിക്കും ഞാനത് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു റെമഡീസ് ആയിരിക്കും ഞാൻ തരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പിന്നെ സിൽവറിലും ഗോൾഡിലും നിർമ്മിച്ചിട്ടുള്ള
ഒരു രാജവശ്യ യന്ത്രം നമ്മൾ ഓൾ ഓവർ UAE ആൻഡ് ഇന്ത്യ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ മഹാലക്ഷ്മിയുടെ ധനവശ്യ മന്ത്രവും അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ തൊഴിൽ വശ്യവും ധനവശ്യവും കൂടെ ചേർന്നുള്ള മന്ത്രമാണ് ഇതിൽ അടക്കം ചെയ്തിരിക്കുന്നത്. 1,08,000 പ്രാവശ്യം വെച്ച് മഹാലക്ഷ്മിയുടെ ധനവശ്യ മന്ത്രവും 1,08,000 പ്രാവശ്യം മഹാവിഷ്ണുവിൻ്റെ ധനവശ്യവും തൊഴിൽ വശ്യവും കൂടെ ജപിച്ച് അത് ഈ യന്ത്രത്തിലേക്ക് അടക്കം ചെയ്തിരിക്കുന്നതാണ്. ഒരു മഹാ അത്ഭുത സിദ്ധിയുള്ള ഒരു യന്ത്രം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അതുപോലെ നടക്കാത്ത വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ തൊഴിൽപരവും ധനപരവുമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ യന്ത്രം നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നിർഭാഗ്യം മാറിയിട്ട് ഒരു ഭാഗ്യ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകുവാനായിട്ട് സാധിക്കും. ഒരുപാട് ആൾക്കാരിത് മേടിക്കുന്നുണ്ട്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കൂടാതെ ലക്ഷങ്ങൾ ഈ വശ്യമന്ത്രങ്ങൾ, ധനവശ്യവും തൊഴിൽ വശ്യവുമൊക്കെ ലക്ഷങ്ങൾ ജപിക്കുക എന്നുള്ളത് അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതിനൊക്കെ ദിവസങ്ങൾ 41 ദിവസമാണ് 1,08,000 പ്രാവശ്യം ലക്ഷ്മി മന്ത്രം ജപിക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 41 ദിവസമാണ് വിഷ്ണു മന്ത്രം ജപിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും അതും മാന്ത്രിക വിഷയങ്ങളും അതുപോലെ മന്ത്രസിദ്ധിയുമുള്ള വ്യക്തികളാണ് ഇത് ജപിച്ച് തയ്യാറാക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു യന്ത്രമാണ്. തീർച്ചയായിട്ടും ഇത് മേടിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നിർഭാഗ്യങ്ങളൊക്കെ മാറിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. UAE സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവിടുത്തെ ഇതിൻ്റെ എന്തെങ്കിലും അഡീഷണലായിട്ടുള്ള മറ്റുള്ള പൂജകളും കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. യന്ത്രം, അതായത് നിങ്ങൾ യന്ത്രം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ തന്നു കഴിഞ്ഞാൽ അത് വെച്ച് വീണ്ടും ഇത് നമ്മൾ റീഫ്രഷ് ചെയ്യും. അതിൻ്റെ പൂജകളും കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ മന്ത്രസിദ്ധിയുള്ള ആളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ 24 വയസ്സ് ഉള്ള സമയത്ത് തന്നെ ഞാൻ മന്ത്രസിദ്ധി എടുത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനത്തെ താന്ത്രിക വിഷയങ്ങളിലും ഒരു പക്ഷേ ആണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ സഹായം തേടാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പിന്നെ വെള്ളിയിലും സ്വർണത്തിലും ഇത് 2 രീതിയിലും ഉണ്ട്. നിങ്ങളുടെ പൈസയുടെ ഒരു ഇതനുസരിച്ച് നിങ്ങൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളി വേണമെങ്കിൽ വെള്ളി, സ്വർണത്തിൽ വേണമെങ്കിൽ സ്വർണത്തിലുള്ളത് നിങ്ങൾക്കത് മേടിക്കാവുന്നതാണ്. അപ്പം നമുക്ക് അതുപോലെ തന്നെ ആണെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് നമുക്ക് ഇന്ത്യൻ കറൻസിയിൽ സ്വീകരിക്കാവുന്നതാണ്, ഇന്ത്യൻ അക്കൗണ്ടിൽ. അതല്ല ദിർഹംസിലെ UAE അക്കൗണ്ടിലും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആ സമയത്ത് കൺസൾട്ടേഷന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കാവുന്നതാണ്. എൻ്റെ UAEയിലെ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് 058-612-6799. കൺസൾട്ടേഷനും ബാക്കിയുള്ള താന്ത്രിക വിഷയങ്ങൾ, അതല്ലെങ്കിൽ പാരാസൈക്കോളജിക്കൽ, ഹിപ്നോട്ടിക്കൽ വിഷയങ്ങൾക്ക്, അസ്ട്രോളജിക്കൽ വിഷയങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത ശേഷം കാര്യങ്ങൾ പറയാവുന്നതാണ്. ആ സമയത്ത് കൺസൾട്ടേഷൻ വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കും. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഇടവം രാശിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇടവം രാശിക്കാർക്കും രാജയോഗ പ്രധാനമായിട്ടുള്ള സർവ്വ ഐശ്വര്യങ്ങളുമുള്ള ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഒരു ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ശ്യാം എസ് സുന്ദർ. താങ്ക് യു.